ഗൈസ്, നിങ്ങൾക്ക് നമ്മുടെ സഞ്ജയ് ലീല ബൻസാലിനെ അറിയില്ലേ? ഹിന്ദിയിലെ സൂപ്പർ ഹിറ്റ് ഡയറക്ടറാണ് കേട്ടോ. പുള്ളിക്കാരൻ മധുബാല എന്ന് പറയുന്ന ഒരു സിനിമ എൻ്റെ പ്രവർത്തനമായിട്ട് നടക്കുകയാണ്. മധുബാല എന്ന് പറയുന്ന പണ്ടത്തെ ഹിന്ദിയിലെ സൂപ്പർ ഹിറ്റ് നടിയാണ്. പുള്ളിക്കാരിയുടെ ഒരു ബയോപിക്, ഒരു കഥാണക്കത്തെ ഒരു പടം ചെയ്യുന്നതാണ് നമ്മൾ റൂമറായിട്ട് അറിഞ്ഞത്. അപ്പോൾ അതിനാദ്യം പരിഗണിച്ചിരുന്ന നടി എന്ന് പറയുന്നത് നമ്മുടെ ജാൻവി കപൂർ ആണ്. അതെ, നമ്മുടെ നെപ്പോ വാണോ ആണ്. അപ്പോൾ റീസെൻ്റ്ലി അറിയാൻ പറ്റിയൊരു റൂമർ എന്ന് പറഞ്ഞാൽ ഇവരൊരു പുതിയ ഫ്രഷ് ഫേസിനെ നോക്കുകയാണെന്നാണ്. അപ്പോൾ ബോളിവുഡിൽ ഇപ്പോൾ ഒരു പുതിയ ഫ്രഷ് ഫേസ് എന്ന് പറയുന്നത് സാര അർജുനാണ്. അപ്പോൾ ബോളിവുഡിൽ തന്നെ ഒരു കോൺട്രവേഴ്സി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ജാൻവി കപൂറിനെ മാറ്റി സാര അർജുൻ കയറി വരുമ്പോൾ അതിൻ്റെതായ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുമല്ലോ. സംഭവം ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം സത്യം പറയാമല്ലോ, ഈ ജാൻവി കപൂറിനെ കണക്ക് ഇത്രയും വേസ്റ്റ് ആയിട്ടുള്ള ഒരു നെപ്പോ ആക്ടറിനെ ഞാൻ കണ്ടിട്ടില്ല. സത്യം പറയില്ല, ഈ പുള്ളിക്കാർ ഇത്രയും കാലം അഭിനയിച്ച സിനിമയിൽ എത്ര എണ്ണം എടുത്ത് പറയുന്ന ഒരു സിനിമ ഉണ്ടോ? ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ എനിക്കതറിയില്ല. എനിക്ക് ഒരു പരമസുന്ദരി അത് കണ്ടന്ന് അതിന് മുമ്പേ വെറുത്തതാണ്. സോ അപ്പോൾ അത് പോട്ടെ. അപ്പോൾ അപ്പം നിങ്ങൾ പറയാം സാര അർജുനും നെപ്പോ അല്ലേ എന്ന്. അതെ, സാര അർജുനും ഒരു നെപ്പോ തന്നെയാണ്. പക്ഷേ പുള്ളിക്കാരിയുടെ അച്ഛന് കപൂർ ഫാമിലിയുടെ അത്രയും പവറൊന്നും ഉണ്ടായിരുന്നില്ല. പുള്ളിക്കാരനും കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് സിനിമ ഫീൽഡിൽ നിന്ന ഒരാളാണ്. പിന്നെ സാര അർജുനും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആക്ടിങ്ങിലോട്ട് കയറിയ ഒരാളാണ്, മേ ബി ജാൻവി കപൂറിനൊക്കെ മുമ്പേ. സോ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എന്തുകൊണ്ടും ജാൻവി കപൂറിനെ കാട്ടിയും നല്ലത് സാര അർജുനാണ് ഇപ്പം മധുബാല ചെയ്തത്. കാര്യം ആ മധുബാലയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ആ പുള്ളിക്കാരി പണ്ട് തൊട്ടേ യങ് ഏജിൽ അഭിനയിച്ചു വന്ന ഒരാളാണ്. അപ്പം അതിനനുസരിച്ചുള്ള ഒരു ക്യാരക്ടർ വേണം, ആ ഒരു ലുക്കൊക്കെ വേണം ഈ നടിക്ക് വരാൻ. ഈ ജാൻവി കപൂർ മറ്റേ മുഖത്ത് എന്തൊക്കെയോ ചെയ്ത് കണ്ടറിയാം, മേക്കപ്പ് ഭയങ്കര ഓവറാണ്. പക്ഷേ സാര അർജുൻ അത്രത്തോളം ഇല്ല. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ സാര അർജുൻ ആയിരിക്കും ഒരുപക്ഷെ മധുബാല സിനിമ വരാണെങ്കിൽ നടിയായ കുറച്ചുകൂടെ ബെറ്റർ. ആൻഡ് എന്തുകൊണ്ടും